ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് USS എക്സാം അഥവാ KPSTയുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ മോഡൽ എക്സാമിനേഷൻ നടന്നില്ലേ ഇന്ന്. നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പേപ്പർ 1 ഫസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പേപ്പർ 1 ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള പാഠാവലിയാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇരട്ടമിഠായികൾ എന്ന കൃതി എഴുതിയതാര്? ഇരട്ടമിഠായികൾ എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ M മുകുന്ദൻ, ഓപ്ഷൻ B MT വാസുദേവൻ നായർ, ഓപ്ഷൻ C PK പാറക്കടവ്, ഓപ്ഷൻ D സക്കറിയ. ഓക്കെ, ഒന്നാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ C PK പാറക്കടവാണല്ലേ. ഓപ്ഷൻ C PK പാറക്കടവ്. ഓക്കെ, ഇതിന് രണ്ടാമത്തെ ചോദ്യം, സുഗതകുമാരിയുടെ കൃതി അല്ലാത്തതേത്? രാത്രിമഴ, എൻ്റെ മലയാളം, അമ്പലമണി, പാതിരാപ്പൂക്കൾ. ഏതാണ് ഇതിൽ സുഗതകുമാരിയുടെ കൃതി അല്ലാത്തത്? അതെ, ഓപ്ഷൻ B ആണല്ലേ. ഓപ്ഷൻ B എൻ്റെ മലയാളം. ഓക്കെ, ഇതിന് തെറ്റായ ജോഡി ഏത്? കിളിക്കൊഞ്ചൽ വള്ളത്തോൾ, മാണിക്യക്കല്ല് MT, രമണൻ ചങ്ങമ്പുഴ, നങ്ങേമക്കുട്ടി ONV. അപ്പം തെറ്റായ ജോഡിയാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? യെസ്, നങ്ങേമക്കുട്ടി ONV എന്നുള്ളതാണല്ലേ. ഓപ്ഷൻ D ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത സൂചനയിൽ നിന്ന് എഴുത്തുകാരനെ കണ്ടെത്തുക. സൂചനകൾ: സഞ്ചാരിയും എഴുത്തുകാരനും. എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് ജനിച്ചു. വന്യജീവി ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ പ്രശസ്തൻ. 40-ലേറെ വർഷമായി പശ്ചിമഘട്ട മലനിരകളിലൂടെ യാത്ര ചെയ്യുന്നു. ഓപ്ഷൻ A രവീന്ദ്രൻ, ഓപ്ഷൻ B NA നസീർ, ഓപ്ഷൻ C SK പൊറ്റേക്കാട്, ഓപ്ഷൻ D രാജൻ കാക്കനാടൻ. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ B ആണല്ലേ. NA നസീർ ആണ് ആൻസർ. ഓപ്ഷൻ B NA നസീർ. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരവുമില്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. ആരുടെ വരികളാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A എഴുത്തച്ഛൻ, ഓപ്ഷൻ B കുമാരനാശാൻ, ഓപ്ഷൻ C കുഞ്ഞുണ്ണി മാഷ്, ഓപ്ഷൻ D K അയ്യപ്പ പണിക്കർ. ഇതാരുടെ വരികളാണ്? യെസ്, നമുക്കറിയാം ആരുടെ വരികളാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് അല്ലേ. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ C. ആറാമത്തെ ചോദ്യം, നാടകവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? കൂട്ടായ്മയുടെ കലയാണ് നാടകം. ഒരു കഥയ്ക്ക് സംഭാഷണം ഒരുക്കിയാൽ അത് നാടകമായി. കുട്ടികളുടെ നാടകരംഗത്ത് ശ്രദ്ധേയമായി സ്ഥാനം വഹിച്ച വ്യക്തിയാണ് G ശങ്കരപ്പിള്ള. ഇനി ഓപ്ഷൻ നോക്കാം നമുക്ക്. 1, 2, 3 ശരി, 1, 3 ശരി, C 2, 3 ശരി, ഓപ്ഷൻ D 1, 2 ശരി. ഇതിൽ ഉത്തരം ഏതാണ്? അതെ, ഓപ്ഷൻ B 1, 3 ശരി എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ B 1, 3 ശരി. ഓക്കെ, ദെൻ പൂപ്പുഞ്ചിരി എന്ന് മാറ്റി എഴുതിയാൽ, പൂപുഞ്ചിരി എന്ന് പദം മാറ്റി എഴുതിയാൽ എങ്ങനെയാണ് വരുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പൂവിൻ്റെ പുഞ്ചിരി, പൂവിൻ്റെ ചിരി പോലെ, പൂവിനുള്ള ചിരി, പൂ പോലുള്ള പുഞ്ചിരി. ഏതായിരിക്കും? അതെ, പൂ പോലുള്ള പുഞ്ചിരി എന്നാണല്ലേ. ആൻസർ എന്താണ്? പൂ പോലുള്ള പുഞ്ചിരി. ഓക്കെ, ഇതിന് എട്ടാമത്തെ ചോദ്യം, നവമാധ്യമങ്ങളുടെ ഉപയോഗം കൊണ്ട് കുട്ടികൾക്കുണ്ടായേക്കാവുന്ന പ്രധാന ദൂഷ്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സൈബർ തട്ടിപ്പിലേക്ക് നയിക്കുന്നു, ആനുകാലിക വിവരങ്ങൾ തത്സമയം അറിയാൻ ഏകാഗ്രതയില്ലായ്മയിലേക്ക് നയിക്കുന്നു, നിയമവിരുദ്ധ കുറ്റകൃത്യങ്ങളും വൈറസ് ആക്രമണങ്ങളും. ആൻസർ എന്താണ്? അതെ, ഓപ്ഷൻ B ആനുകാലിക വിവരങ്ങൾ തത്സമയം അറിയാനല്ലേ പ്രധാന ദൂഷ്യങ്ങളിൽ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ B ആണ് വരുന്നത്. ഓക്കെ, ഇത് 9, കാര്യകാരണ ബന്ധം നോക്കി ശരി ഉത്തരം കണ്ടെത്തുക. കാര്യം: നല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനുങ്ങുന്ന കണ്ണുകൾ. ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ നക്ഷത്രത്തെ തേടി പോകരുതെന്ന് ഓർത്തപ്പോൾ അവന് ചിരി വന്നുപോയി. കാരണം എന്താണ് കൊടുത്തിട്ടുള്ളത്? കമ്മലിനേക്കാളും നക്ഷത്രത്തെക്കാളും കൂടുതൽ തൻ്റെ അമ്മയുടെ വാത്സല്യം തുളുമ്പുന്ന കണ്ണുകളല്ലേ തിളങ്ങുന്നത് എന്ന കുട്ടിയുടെ തിരിച്ചറിവ്. ഓപ്ഷൻ A കാര്യം കാരണം ശരി, ഓപ്ഷൻ B കാര്യം തെറ്റ് കാരണം ശരി, ഓപ്ഷൻ C കാര്യം കാരണം തെറ്റ്, ഓപ്ഷൻ D കാര്യം ശരി കാരണം തെറ്റ്. 9ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പോൾ ഏതാ വരിക? യെസ്, ഓപ്ഷൻ A കാര്യം കാരണം ശരി എന്നുള്ളതാണ്. ഓക്കെ, 10ാമത്തെ ചോദ്യം, ഞാനീ ജനലഴി പിടിച്ചൊട്ടൊന്ന് നിൽക്കട്ടെ നീയൻ അണിയത്ത് തന്നെ നിൽക്കൂ. ഇത് ഏത് കവിതയിലെ വരികളാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A രാത്രിമഴ, ഓപ്ഷൻ B രേണുക, ഓപ്ഷൻ C സഫലമീ യാത്ര, ഓപ്ഷൻ D ഭ്രാന്തി. ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ C സഫലമീ യാത്ര എന്നുള്ളതാണല്ലേ. ഓപ്ഷൻ C സഫലമീ യാത്ര. ഓക്കെ, ദെൻ 11ാമത്തെ ചോദ്യം, ആകാശപ്പന്നി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആകാശമാകുന്ന
പന്നി, പന്നിയുള്ള ആകാശം, ആകാശവും പന്നിയും, ആകാശത്തിലെ പന്നി. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആകാശവും പന്നിയും എന്നാണ് അല്ലെ. ആകാശപന്നി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ സി, ആകാശവും പന്നിയും. ഓക്കെ, ദെൻ മഴത്തുള്ളി. സന്ധി ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആദേശസന്ധിയാണോ, ആഗമസന്ധിയാണോ, ദ്വിത്വസന്ധിയാണോ, ലോപസന്ധിയാണോ? ഏതായിരിക്കും? വേർഡ് നോക്കൂ, മഴത്തുള്ളി എന്നാണല്ലേ. അപ്പൊ ഏതായിരിക്കും? യെസ്, ദ്വിത്വസന്ധിയാണല്ലേ. ഓക്കെ, ദെൻ 13. പിക്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്തു, മൃദുവായി തലോടി. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. ഈ വാക്യത്തിലെ സർവനാമ പദം ഏത്? സർവനാമമാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പിക്ലു, മൈന, അവൻ, അമ്മ. ഏതായിരിക്കും? അവനാണല്ലേ. ഇതിൽ സർവനാമ പദം ഏതാണ്? ഓപ്ഷൻ സി, അവൻ. ഓക്കെ, ദെൻ കച്ചി എന്ന അർത്ഥം കിട്ടുന്ന വാക്ക്. കച്ചി, വൈക്കോല്, പുല്ല്, ഇല, ചപ്പ്. ഏതാ കൂട്ടുകാരി? കച്ചി എന്ന വാക്കിന് വൈക്കോലാണല്ലേ. കച്ചി, വൈക്കോല്. ഓക്കെ, ദെൻ 15. സാംസ്കാരിക നായകൻ പോലും ഈ വരിയിൽ തെളിയുന്ന ഭാവം എന്ത്? സഹതാപം, വെറുപ്പ്, പുച്ഛം, ദേഷ്യം. സാംസ്കാരിക നായകൻ പോലും ഈ വരിയിൽ തെളിയുന്ന ഭാവം എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി, പുച്ഛം. അടിസ്ഥാന പാഠാവലിയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അടിസ്ഥാന പാഠാവലി നോക്കാം. തുമ്മാൻ ചെരുതി തുമ്മാൻ ചെരുതി യുടുപ്പുടത്തുമ്പ്. തുമ്മാൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇവിടെ എന്താണ് തുമ്മാൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വെറ്റില മുറുക്കാനുള്ള സാധനങ്ങൾ എന്നാണല്ലേ ആൻസർ. ഓപ്ഷൻ ബി ആണല്ലേ ആൻസർ വരുന്നത്. വെറ്റില മുറുക്കാനുള്ള സാധനങ്ങൾ എന്നാണ് ഇവിടെ ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി 17ാമത്തെ ചോദ്യം നോക്കാം. സൂചനകൾ നോക്കി കലാരൂപം ഏതെന്ന് കണ്ടെത്തുക. തൃശൂർ ജില്ലയിലും പരിസര പ്രദേശത്തും അരങ്ങേറുന്നു. പന്നിമറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭം അഭിനയിക്കുന്നു. ഗ്രാമീണ വീഥികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ, തെയ്യം. ഓപ്ഷൻ ബി, പുലിക്കളി. ഓപ്ഷൻ സി, കുമ്മാട്ടി. ഓപ്ഷൻ ഡി, പടയണി. ആൻസർ ഏതാ വരുന്നത്? അതെ, ഓപ്ഷൻ സി, കുമ്മാട്ടിയാണല്ലേ. ഓപ്ഷൻ സി, കുമ്മാട്ടി. ഓക്കെ, നോക്കൂ. 18ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ പെടാത്തതേത്? വിത്തുഗുണം 10 ഗുണം. ഞാറുറച്ചാൽ ചേറുറച്ചു. ഉഴവ് പിഴച്ചാൽ വിളവ് പിഴയ്ക്കും. ഇരിക്കണ കൊമ്പ് മുറിക്കരുത്. കൂട്ടത്തിൽ പെടാത്തത് ഏതാ കൂട്ടുകാരെ? കൂട്ടത്തിൽ പെടാത്തത് യെസ്, എളുപ്പല്ലേ. ഏതാണ്? ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് അല്ലേ. ഇരിക്കണ കൊമ്പ് മുറിക്കരുത്. ഓക്കെ, ഇനി നോക്കൂ. എയ്സൽ കൊച്ചുമോൻ ഏത് കാർഷിക മേഖലയിലാണ് പ്രശസ്തി കൈവരിച്ചത്? റബ്ബർ, നെൽകൃഷി, പച്ചക്കറി, നാളികേരം. എയ്സൽ കൊച്ചുമോനാണ് അല്ലേ. ഏത് കൃഷിയിലാണ്? യെസ്, പച്ചക്കറിയിലാണല്ലേ എയ്സൽ കൊച്ചുമോൻ. യെസ്, പച്ചക്കറി. എയ്സൽ കൊച്ചുമോൻ ഏത് കാർഷിക മേഖലയിലാണ്? ഓപ്ഷൻ സി, പച്ചക്കറിയാണ്. ദെൻ 20ാമത്തെ ചോദ്യം. കാര്യം. വിത്ത് മൂടയിൽ സൂക്ഷിച്ച വിത്തിൽ നിന്ന് ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് നടാനായി പുറത്തെടുക്കുന്നത്. കാരണം വിത്തുകൾ മുഴുവൻ പാകമാകാത്തത് കൊണ്ട്. കാര്യം, കാരണം ശരി. ഓപ്ഷൻ ബി, കാര്യം ശരി, കാരണം തെറ്റ്. ഓപ്ഷൻ സി, കാര്യം കാരണം തെറ്റ്. ഓപ്ഷൻ ഡി, കാര്യം തെറ്റ്, കാരണം ശരി. ഇതിലേതാ ആൻസർ വരുന്നത്? അതെ, ഓപ്ഷൻ ബി, കാര്യം ശരി, കാരണം തെറ്റ്. 21. അറിയാനുള്ള ആഗ്രഹം. ഇതിന് ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏത്? അറിയാനുള്ള ആഗ്രഹം. ഒറ്റപ്പദം ഏതായിരിക്കും? അത് ജിജ്ഞാസയാണല്ലേ. ഒറ്റപ്പദം ഏതാണ്? ജിജ്ഞാസ. ഓപ്ഷൻ സി. ഓക്കെ, ഇതിന് 22ാമത്തെ ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഉദ്ഘാടനം. ഇതിൽ ഏതായിരിക്കും ശരിയായിട്ട് വരുന്നത്? അതെ, 22ാമത്തെ ക്വസ്റ്റിന് ശരിയായ പദം ഏതാണ്? 22 എ ആണ് ആൻസർ. ഉദ്ഘാടനം. ഇങ്ങനെയാണല്ലേ എഴുതേണ്ടത്. ഓക്കെ, ദെൻ മീനിളക്കങ്ങൾ നോക്കിയിരുന്ന് അടിവരയിട്ട പദം വികസിപ്പിച്ചാൽ. മീനും ഇളക്കവും. മീനുകളുടെ ഇളക്കം. മീനിന്റെ ഇളക്കം. മീനാകുന്ന ഇളക്കം. മീനിളക്കങ്ങൾ നോക്കിയിരുന്ന് അടിവരയിട്ട പദം അല്ലേ. ഇവിടെ മീനിളക്കങ്ങൾ എങ്ങനെ നമുക്ക് വികസിപ്പിച്ചെഴുതുമ്പോൾ കിട്ടുക? എങ്ങനെയാണ്? മീനുകളുടെ ഇളക്കമാണല്ലേ. മീനുകളുടെ ഇളക്കം. നാളത്തെ പൊന്മാൻ എന്ന കഥയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്? പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടതാണ്. പ്രകൃതിയിലെ ഓരോ ജീവികളും അതിജീവനത്തിനായിട്ട് ശ്രമിക്കും. നോക്കൂ. 1, 2, 3 ശരി. ഓപ്ഷൻ ബി 1, 3 ശരി. ഓപ്ഷൻ സി 2, 1 ശരി. ഓപ്ഷൻ ഡി 1, 3 ശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ 1, 2, 3 ശരി. ഓപ്ഷൻ എ
1ഉം 2ഉം 3ഉം ശരി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ആ എന്ന അക്ഷരം വേറിട്ട അർത്ഥത്തിൽ ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം. ആ എന്ന അക്ഷരം വേറിട്ട അർത്ഥത്തിൽ ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ചോദിച്ചിട്ടുള്ളത്. അധർമ്മം, അനുജൻ, അശാന്തി, അജ്ഞാതം. ഏതായിരിക്കും? അതെ, അനുജനാണല്ലേ. ആ എന്ന അക്ഷരം വേറിട്ട അർത്ഥത്തില് അധർമ്മം, അശാന്തി, അജ്ഞാതം, അനുജൻ. അതിലേതായിരിക്കും? ഓപ്ഷൻ ബി അനുജനാണ് ആൻസർ. ഓക്കെ, ദെൻ ശരിയല്ലാത്ത ജോഡി ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. റങ്കിയ കാട്, ഉറങ്ങിയ കാട്. ഒരു വാസ, ഒരു ഭാഷ. മണ ഉണ്ട്, മനസ്സുണ്ട്. വീന്തു മുളച്ച, വീണു മുളച്ച. അപ്പൊ ഇതിൽ ശരിയല്ലാത്ത ജോഡി ഏതാ കൂട്ടുകാരെ? നമുക്ക് കവിത വായിച്ചിട്ടുണ്ടല്ലോ. കാട് ആർത്തുന്ന കവിതയിലെ വരികളിലല്ല ഇത് കൊടുത്തിട്ടുള്ളത്. റങ്കിയ കാട്, ഉറങ്ങിയ കാട്, ഒരു വാസ, ഒരു ഭാഷ, മണയുണ്ട്, മനസ്സുണ്ട് എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്. അതല്ലേ ഇതിൽ തെറ്റായിട്ടുള്ളത്? യെസ്, ഓപ്ഷൻ സി ആണ്. ചെറുവയൽ രാമൻ എന്ന കർഷകനെ തേടിയെത്തിയ രാജ്യത്തെ പരമോന്നത പുരസ്കാരം ഏത്? ചെറുവയൽ രാമൻ നമ്മൾ പഠിച്ചതാണല്ലേ. ഏതാണ്? പത്മശ്രീ ആണല്ലേ. ചെറുവയൽ രാമൻ എന്ന കർഷകനെ തേടിയെത്തിയ രാജ്യോന്നത പുരസ്കാരം ഏതാണ്? പത്മശ്രീ. ദെൻ പർവ്വതം എന്ന പദത്തിന് സമാനമല്ലാത്തത് ഏത്? ഗിരി, അജലം, അദ്രി, ആഴി. ഏതായിരിക്കും? അതും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആഴിയാണ്. ഇനി നോക്കൂ, 2025 കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ്? KG ശങ്കരപ്പിള്ളക്കല്ലേ. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ള. ഓക്കെ, ദെൻ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആര്? കാവാലം നാരായണ പണിക്കർ, വയലാർ രാമവർമ്മ, അക്കിത്തം, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാണ് വിപ്ലവ കവി എന്നറിയപ്പെടുന്നത്? അതെ, ഓപ്ഷൻ ബി വയലാർ രാമവർമ്മയാണല്ലേ. ഓപ്ഷൻ ബി വയലാർ രാമവർമ്മ. നെക്സ്റ്റ് നോക്കാം. മാത്സ് ആണല്ലേ കൊടുത്തിട്ടുള്ളത്. മാത്തമാറ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡുമാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.